ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മോട്ടോർ വെഹിക്കിളിന്റെ ഒരു ആപ്പാണ് എം പരിവാഹൻ ആപ്പ്. ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഈ ആപ്പിനകത്ത് നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അത് പോലീസ് ഉദ്യോഗസ്ഥനെ കാണിക്കുക, അന്വേഷണം ആരെങ്കിലുമായിട്ട് നടത്തുന്നവരെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അവർക്ക് ലഭിക്കും. അതിനുള്ള സൗകര്യം ഈ എം പരിവാഹനുണ്ട്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് ഇന്ത്യയിലെ പല സ്ഥലത്തും കേരളത്തിലും നടന്നിരിക്കുന്നു. ഈ ആപ്പ് എം പരിവാഹൻ ഉപയോഗിച്ച് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ RC ബുക്കോ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റ് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസോ ഒന്നും നമുക്ക് കൊണ്ടുപോകണ്ട. നമ്മുടെ മൊബൈലിലുള്ള എം പരിവാഹൻ്റെ ഡീറ്റെയിൽസ് പോലീസ് ഉദ്യോഗസ്ഥനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമായിട്ട് അവിടുന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പോകാനും പറ്റും. അതുകൊണ്ട് ഈ ആപ്പ് വളരെ വിപുലമായി ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നു. എം പരിവാഹൻ ആപ്പിനകത്ത് വ്യക്തികളെ സംബന്ധിക്കുന്ന പല ഡീറ്റെയിൽസും ഉള്ളത് കൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അത് രണ്ടുപേരും മിസ്യൂസ് ചെയ്യും. അതുകുമാർ സിംഗും മനീഷ് സിംഗും. അതുകുമാർ സിംഗിന് 32 വയസ്സും മനീഷ് സിംഗിന് 24 വയസ്സുണ്ട്. ഇവർ ഇന്ത്യയിലെ ഈ ആപ്പ് ഉപയോഗിച്ച് ഏകദേശം 2700ഓളം വാഹന ഉടമകളുടെ ഡീറ്റെയിൽസ്, വാഹനത്തിൻ്റെ നമ്പർ, രജിസ്റ്റേർഡ് ഓണറിൻ്റെ നമ്പർ, അതിൽ ഉപയോഗിക്കുന്ന ചില ഡ്രൈവിംഗ് ലൈസൻസുകൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ, ചിലർ അതിനകത്ത് വ്യക്തിപരമായ ചില ആപ്പിനകത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ സൂക്ഷിക്കുക, ഇങ്ങനെ പലതും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ സൂക്ഷിച്ചതിൻ്റെ 2700 വാഹന ഉടമകളുടെ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തിരിക്കുന്നു. അത് ആരാണ് എടുത്തിരിക്കുന്നത്? 16 വയസ്സുകാരൻ. ഈ അതുകുമാർ സിംഗിനും മനീഷ് സിംഗിനും ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല. പക്ഷേ 16 വയസ്സുള്ള ഒരു പയ്യൻ, അവന് ആണ് APK ഫയൽ ഉണ്ടാക്കി കൊടുത്തത്. APK ഫയലിനകത്ത് 2700 വാഹനങ്ങളുടെ ഉടമസ്ഥനും അയാളെ സംബന്ധിക്കുന്ന മറ്റു ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അവരെ മിസ്യൂസ് ചെയ്യാനും അവരിൽ നിന്ന് പണം അടിച്ചെടുക്കാനും അവരെ ഹണി ട്രാപ്പിൽ പെടുത്താനും KYC അപ്ഡേഷൻ ഉപയോഗിച്ച ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പം പണം പിൻവലിക്കാനൊക്കെ സാധിക്കും. അത് പലർക്കും ഈ കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലും പണനഷ്ടമുണ്ടായി. അവരെ വ്യക്തിപരമായ അവരുടെ പല കാര്യങ്ങളും ചോർന്നു. എറണാകുളം കമ്മീഷണർ എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തും ധാരാളം പരാതികൾ എത്തി. കമ്മീഷണർ അവിടുത്തെ സൈബർ സെല്ലിനെ ഇത് ഏൽപ്പിച്ചു. സൈബർ സെല്ലിൽ കേസിൻ്റെ അന്വേഷണം തുടങ്ങി. സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4-5 എക്സ്പെർട്ടുകളുണ്ട് പോലീസിൽ തന്നെ. SI-മാരായ അരുൺ, അജിത്ത്, നിഖിൽ ജോർജ് എന്ന് പറഞ്ഞ ഇവർ 3-4 നല്ല സീനിയർ സിവിൽ പോലീസ് ഓഫീസേഴ്സാണ്. അതുപോലെ 2 CPO-മാരുണ്ട് അവിടെ. അവർ ഷറഫുദ്ദീനും ഉണ്ട്, ആൽഫിറ്റ് എന്ന് പറഞ്ഞ ആളുമുണ്ട്. ഇവരൊക്കെ കമ്പ്യൂട്ടറിൽ നല്ല എക്സ്പെർട്ടാണ്. ആ സൈബർ സെല്ലിൽ അതുകൊണ്ടാണ് ഷമീർ ഖാൻ്റെ ടീമാണ് ഇവർ. കഴിവുള്ളിടത്തോളം അവർ മിക്കവാറുള്ള ഒഫൻസുകൾ സൈബറുമായിട്ട് ബന്ധപ്പെട്ട കണ്ടെത്തും. അത് കേരള പോലീസിന് ഈ ടീം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം അവരുടെ ട്രാക്കിങ് കറക്റ്റായിരുന്നു. ആ ട്രാക്കിംഗ് ഉപയോഗിച്ചിട്ട് അവർ IP ഉപയോഗിച്ച് ഇവരെ കണ്ടെത്തി കഴിഞ്ഞു. അത് വാരണാസിയിലുള്ള 2 പേരാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തി. ഈ ടീം വാരണാസിയിലേക്ക് പോയി കമ്മീഷന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തു. അങ്ങനെ 10-ാം തീയതി ഇവർ വാരണാസിയിലെത്തി. ഈ ആൾക്കാരുടെ മൊബൈൽ നമ്പരും ആൾക്കാരുടെ IP അഡ്രസ്സും വെച്ച് ലൊക്കേറ്റ് ചെയ്തു. ആ ലൊക്കേറ്റ് ചെയ്ത 2 പേരെ അറസ്റ്റ് ചെയ്യുന്നതിന് അവിടുത്തെ ലോക്കൽ വാരണാസി പോലീസ് നമ്മുടെ പോലീസിനോട് സഹകരിച്ചില്ല. എങ്കിലും അവിടുത്തെ കമ്മീഷണർ കണ്ടപ്പോൾ ഒരു പോലീസുകാരനെ വിട്ടുകൊടുത്തിരുന്നു. അയാൾ മാത്രം ഇവരോടെ നിന്നു. ബാക്കി എല്ലാവരും ഡെഡ്ലി അഗൻസ്റ്റ്. അതുകൊണ്ട് ആ 2 പ്രതികളുടെ വീടിനകത്തു നിന്നുള്ള സെർച്ച് നടത്തിയിട്ട് അവിടെയുള്ള കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സ് മുഴുവൻ എടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല. പക്ഷെ പ്രതികളുണ്ട് അവിടുന്ന് പെട്ടെന്ന് പോന്നു. അത് നല്ല കാര്യം. പ്രതികളെ കൈക്കിട്ടി 2 പേരെ. പക്ഷെ 16 വയസ്സുകാരൻ്റെ വീട് കണ്ടെത്തി കഴിഞ്ഞു. ആ പയ്യനാണ് കമ്പ്യൂട്ടറിൽ ഇതിനകത്ത് APK അഡ്രസ് എല്ലാം ഇവർക്ക് ചെയ്തു കൊടുത്തത്. നല്ല എക്സ്പെർട്ടായ ഒരു പയ്യനാണ്. കമ്പ്യൂട്ടറിൽ നല്ല നോളജ് ഉണ്ട്. പക്ഷെ മൈനറാണ്, 16 വയസ്സുള്ളൂ. അവരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവരൊരു നിസ്സഹകരണം വന്നപ്പോഴും ഇവിടുത്തെ എറണാകുളത്തെ കമ്മീഷണർ UP-യിലെ DGP-മാരെയൊക്കെ വിളിച്ച് വേണ്ട സഹായം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് മറ്റേ അഴിയേക്കാതെ അതുങ്ങൾ തിരിച്ചു പോന്നു. 2 പ്രതികളുമായിട്ടാണ് വന്നത്. അവരെ ഇപ്പോൾ എറണാകുളത്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ഷമീർ ഖാനും സംഘത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. ഇങ്ങനെയുള്ള ട്രാക്ക് ചെയ്യാനുള്ള കഴിവ് കേരളത്തിലെ ഡിജിറ്റൽ പോലീസിനുണ്ടായിരിക്കണം. അത് 3 റീജിയനിലെങ്കിലും വേണം, കോഴിക്കോടും എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ. ബാക്കി ഉള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിലുള്ളവർ ഇതുപോലെ തട്ടിപ്പ് നടത്തുമ്പോൾ ഇവരുടെ സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർ സഹായം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതെന്താണ് എറണാകുളത്തെ ഈ ഷമീർ ഖാന്റെ പോലെയുള്ള ടീമുകൾ മറ്റ് രണ്ട് കോഴിക്കോടും ട്രിവാൻഡ്രത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആൾക്കാരുണ്ട്, സൈബർ സെല്ലും ഉണ്ട്. പക്ഷെ നല്ല ട്രാക്ക് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടും ഇതുപോലെ പോയി അവരെ ബുക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവുള്ള ഓഫീസേഴ്സ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ഡിജിറ്റൽ യുഗത്ത് പല കാര്യങ്ങളും ഈ തട്ടിപ്പുകൾ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനൊക്കെ ഉള്ളൂ. പരിവാഹൻ പോലെ മറ്റൊരു തട്ടിപ്പും കൂടെ വരുന്നു. അത് ഡിജിറ്റൽ അറസ്റ്റ് കേരളത്തിൽ പല സ്ഥലത്തും നടന്നു കഴിഞ്ഞു. പലർക്കും പണം നഷ്ടപ്പെട്ടു. ഇപ്പം വരുന്ന വാർത്ത 11 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് ഡിജിറ്റൽ അറസ്റ്റാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഡിജിറ്റൽ അറസ്റ്റ് നടത്തി. CBI ഓഫീസറാന്ന് പറഞ്ഞ് സാധാരണ പോലെ തന്നെ അവർ രംഗത്ത് വന്നു. ഇയാളെടുത്ത് പറഞ്ഞു നിങ്ങൾക്കെതിരായിട്ട് ചില കേസുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇത് വെളിയിൽ ആരും അറിയണ്ട, അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് 1,90,000 രൂപ ആദ്യം അടിച്ചു മാറ്റി. അതിനുശേഷം നിരന്തരം പീഡനങ്ങൾ നടക്കുകയാണ്. കുമാർ എന്ന് പറഞ്ഞ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അസുഖക്കാരനാണ്. അയാൾ സൈബർ തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണം CBI ഓഫീസ് അന്വേഷിക്കുകയാണ്. അതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ 11 ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം സാമ്പിളിന് ഒരു 1,90,000 രൂപ അയച്ചു കൊടുത്തു. ഒഴിവാക്കിയില്ല, നടക്കില്ല. വീണ്ടും പണം ചോദിച്ച് ഇയാളെ കയ്യിലുണ്ടായിരുന്ന പെൻഷൻ പറ്റി കിട്ടിയ മുഴുവൻ ചേർത്ത് 11 ലക്ഷം രൂപയും അവരടിച്ചെടുത്തു. വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് ആരോടും പറയാനും പറ്റുന്നില്ല. അദ്ദേഹം വീടിനോട് ചേർന്ന ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസം. ഈ ഡിജിറ്റൽ തട്ടിപ്പ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ വ്യാപകമാണ്. ഈ തട്ടിപ്പിന് വിധേയമാകുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങളൊന്നും പേടിക്കാനില്ല. അങ്ങനെ ഒരു അറസ്റ്റ് ഇന്ത്യയിലില്ല, ഒരു പോലീസിനും ഇല്ല, CBIക്കും ഇല്ല. ഒരു കോടതിയെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് നടത്താൻ ഇന്ത്യയിൽ പറയത്തുമില്ല. അങ്ങനെ ഒരു നിയമവ്യവസ്ഥയില്ല. പിന്നെ ആവശ്യമില്ലാതെ നിങ്ങളെ ചില കേസിനകത്തൊക്കെ കുരുക്കി CBI ആണെന്നൊക്കെ പറഞ്ഞ് ചിലവന്മാർ കിടന്ന് വിളിക്കും, യൂണിഫോം ഇട്ട് കാണിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ പരിചയമുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിലോ അവിടെ മതി വീടിനടുത്തുള്ള ഈ കമ്പ്യൂട്ടറുമായിട്ട് ഒരു സാധാരണക്കാരൻ മതി, അവനെടുത്ത് കൊടുക്കുക. നിങ്ങൾ അതിൽ നിന്ന് മാറുക. അവൻ ചോദിച്ചോളും. അതിനകത്ത് 2 എണ്ണം അങ്ങോട്ട് കൊടുത്താൽ മതി, മലയാളത്തിലൊക്കെ കൊടുക്കുക. കാരണം ഈ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുന്നവരെടുത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും ഹിന്ദിയും മലയാളവും കർണാടകയൊക്കെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അവര് 8-10 പേര് ഈ തട്ടിപ്പിലുണ്ടാവും. എല്ലാ ഭാഷകളും, ഒറീസ, ബംഗാളി, അത് ഹിന്ദി, രാജസ്ഥാനി ഒക്കെ സംസാരിക്കുന്നവരെല്ലാവരും തട്ടിപ്പുകാരെ 8-10 ചേർന്ന സംഘമാണ്. അവരാണ് ഈ ബോംബെ പോലീസ് അല്ലെ CBI ഓഫീസൊക്കെ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ ഭാഷ അനുസരിച്ച് അവിടുത്തെ എക്സ്പെർട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ മലയാളത്തിൽ 2 ചീത്തയാണ് ഇവരെ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മലയാളം അറിയാവുന്നവൻ അടുത്തിരിപ്പുണ്ട്. അവന് മനസ്സിലാവും സംഗതി പ്രശ്നമാണെന്ന്. അതുകൊണ്ട് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ഇന്ത്യയിൽ എങ്ങും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 3ാമതൊരാളുടെ അടുത്തോട്ട് ഈ മൊബൈലുമായിട്ട് പോവുക. അപ്പൊ 3ാമതൊരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ആകെ പാരയാവുമെന്ന് ചാമാരി ഒന്നെങ്കിൽ വിട്ടുകയും ഇല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായ കാര്യത്തിന് അങ്ങനെ ഒരു അറസ്റ്റ് ഇല്ലല്ലോ, നീ ആരടാ വിളിക്കുന്നതെന്ന് ചോദിക്കണം. അങ്ങോട്ട് ധൈര്യസമേതം ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവർ ഒന്നെങ്കിൽ ഇട്ടിട്ട് പോകും. എനിക്ക് അങ്ങനെ 1-2 സംഭവം ഉണ്ടായി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് 2 എണ്ണം അങ്ങോട്ട് പറഞ്ഞു മലയാളത്തിൽ. അപ്പൊ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മലയാളി അടുത്തിരിപ്പുണ്ടല്ലോ. എല്ലാ ഭാഷയിലും എക്സ്പെർട്ട് അടുത്ത് ഇരുന്നിട്ടല്ലേ തട്ടിപ്പ് നടത്തുന്നത്. 1-2 മലയാളി ഉണ്ടാവും, എല്ലാ ഭാഷയിലും 1-2. ഇതൊരു വലിയ സംഘമാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ആ പോകുന്ന പണം ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിൽ കൂടെ ആയിരിക്കില്ല, വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ കൂടെ കറങ്ങി അടിച്ചൊക്കെ അവരെ വരുള്ളൂ. അതുകൊണ്ട് ഡിജിറ്റൽ അറസ്റ്റ് ആരും CBI ഓഫീസറാന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ച് അങ്ങനെ ഒരു നടപടിക്രമം ഇന്ത്യയിലില്ല. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ 3ാമതൊരാളെ കാണിക്കുക. അയാൾ സംസാരിക്കുമ്പോൾ 2 വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാമാർ ഇട്ടിട്ട് ഓടും. അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും വേണ്ട. കാരണം അതിന്റെ എക്സ്പെർട്ട് അതിന്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഈ തട്ടിപ്പ് നടത്തുന്നവന്റെ അടുത്ത് അത് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ പേടിക്കേണ്ട. ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് നിയമപരമായി അങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു.